ദാ ഇപ്പൊ ഒന്ന് ഗാർഡനിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് റീഫ്രഷ് ആയില്ലെങ്കിൽ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒന്നിനും അല്ലാതെ ചുമ്മാ ഗാർഡനിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. യുവർ ബാറ്ററി ഈസ് ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അത് ഫുള്ളാവുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇങ്ങനത്തെ ചെടികൾക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ട്. ആക്ച്വലി ചെടികൾ മാത്രമല്ല, പലർക്കും പലതായിരിക്കും. മീൻ വളർത്തുന്നതായിരിക്കാം, കുക്ക് ചെയ്യുന്നതായിരിക്കാം, ബുക്ക് വായിക്കുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കുന്നതായിരിക്കാം. അങ്ങനെ പലർക്കും പലതാണല്ലേ. എന്ത് തന്നെയായാലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്ട്രെസ് റിലീഫ് ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ബാലൻസിങ് ഈസി ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഞാൻ അത്രമാത്രം റിഫ്രഷ്ഡ് ആയിട്ടോ. നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞാലോ. പൊന്നു 74, ഷെമി, ഷാഹുൽ, തസ്നീം, ഇവരാണ് നമ്മുടെ 3 പേര്. ഞാൻ ആക്ച്വലി ഒരാളെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷെ എനിക്ക് വന്ന അത്രയും കമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 3 പേരാക്കാന്ന്. അപ്പോൾ നമുക്ക് ഈ മോൺസ്റ്റർ പ്ലാന്റ് 3 പേർക്ക് അയച്ചു കൊടുക്കാമല്ലേ. ഇന്ന് ജൂലൈ 17 ആണ്. ജൂലൈ 19 ഈവനിങ് 4 o'clock വരെ നമുക്ക് നോക്കാം. ഈ 3 പേര് എനിക്ക് മെയിൽ ചെയ്യണേ. അപ്പോൾ മെയിൽ ID എൻ്റെ ബയോയിലുണ്ട്. എന്തായാലും നിങ്ങളുടെ മെയിൽസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യൂട്ടോ.